ഗൃഹലക്ഷ്മി 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 ഗൃഹലക്ഷ്മി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഗൃഹലക്ഷ്മി ദ ബെസ്റ്റ് ഹോം മേക്കർ. ഞങ്ങൾ ഇവിടെ കൂർഗിലാണുള്ളത്, സെലീന ചേച്ചിയുടെ വീട്ടില്. ഹലോ സെലീന ചേച്ചി, എങ്ങനെ പോണു? സുഖം. ഞാനിവിടെ വന്നപ്പോ ചോദിക്കാൻ വന്നായിരുന്നു, നേരത്തെ കൂർഗ് ഭാഷയൊക്കെ സംസാരിക്കണ കേട്ടു, ഞങ്ങള് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിട്ടാണ്. അല്ല, അതിവിടെ ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞ് അഭ്യാസമായി. അത് കൂർഗ് ഭാഷ തന്നെയാണോ? ഞങ്ങൾ ഉറുദു ആണ് ഇവിടെ വീട്ടിൽ സംസാരിക്കുന്നത്. പിന്നെ കൂർഗീസിന്റെ ആണ് കൂർഗ് ഭാഷ. പിന്നെ ഇവിടെ പൊതുവായിട്ട് കന്നഡാണ്, കന്നഡ ഭാഷയാണ്. എല്ലാം സംസാരിക്കും. ഇവിടെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഇപ്പം? വീട്ടില് ഇപ്പൊ ഭർത്താവും മോളും മാത്രമേ ഉള്ളൂ. പിന്നെ അമ്മായിയമ്മയും ഉണ്ട്. പിന്നെ മൂത്ത മകള് കുശാൽ നഗറില് പഠിക്കുകയാണ്. PG നിന്നിട്ട് BCA പഠിക്കുകയാണ്. ചെറിയ മകൻ 10th-ലാണ്. അവൻ ക്ലാസ്സിൽ പോയിട്ടുണ്ട്. ഉച്ചയ്ക്ക് വരും. അപ്പം ഇപ്പൊ ടാസ്ക് എളുപ്പമായിരിക്കും, കാരണം 3 പേരല്ലേ ഇപ്പൊ ഉള്ളൂ? 3 പേരേ ഉള്ളൂ. ടാസ്ക് എന്താന്ന് പറയട്ടെ? എന്തെങ്കിലും ഒരു ഊഹം ഉണ്ടോ എന്തായിരിക്കും ഫസ്റ്റ് ടാസ്ക് ഒക്കെ വരുമ്പോഴത്തേക്കും? ഇല്ല, അറിയില്ല. ഈ ടാസ്കിന്റെ പേര് യമ്മി മമ്മി. ഐഡിയ കിട്ടിയോ? ഏകദേശം അല്ലേ? യമ്മി മമ്മി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ചേച്ചിയുടെ ടാസ്ക് എന്ന് വെച്ചാൽ എന്നും ചേച്ചി വീട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ ഡിഷൊക്കെ ഉണ്ടാക്കി കൊടുക്കില്ല, അതുപോലെ എന്തെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കി കൊടുക്കാം. പക്ഷെ ഇത് ടാസ്ക് ആയതുകൊണ്ട് ചേച്ചിക്ക് ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. 15 minutes ആണ് ടൈം. ഈ 15 minutes ചേച്ചി ഡിഷ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഫുഡ് സെർവ് ചെയ്ത് വെക്കണ വരെയാണ് 15 minutes. ഓക്കെ, ഇന്നും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? കോൺഫിഡന്റ് ആണ്, തകർക്കും അല്ലേ? നമുക്കൊന്ന് തുടങ്ങി കളയാം. ഓടാൻ വരട്ടെ. റെഡി? 1 2 3 ഗോ ഫോർ ഇറ്റ്. ഇനി കുറച്ച് കുടിക്കോട്ടോ. എല്ലാരും ഇവിടെയൊക്കെ തന്നെ ഉണ്ടോ? എല്ലാവരും ഉണ്ട് വീട്ടില്. ഇത് ആക്ച്വലി വാടക വീടാന്ന് തോന്നുന്നു. നിങ്ങളുടെ വീട്? ഞങ്ങൾ വീട് പണി പൂർത്തിയായിട്ടില്ല, അതുകൊണ്ട് ഇപ്പൊ ഒരു വീട് പണി പൂർത്തിയാവുന്നവരെ ഇവിടെ താമസിക്കുകയാണ്. അപ്പൊ ടൈം ഇതൊക്കെ വച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതൊന്നും തൊടാൻ പാടില്ല അല്ലേ? അത് ഒരു സ്മാർട്ട് ഐഡിയ ആയിരിക്കില്ല. അരിഞ്ഞു വെച്ചെടുക്കാന്ന് പറയുമ്പോൾ അത് നമ്മൾ സ്വന്തം കൈകൊണ്ട് എല്ലാം ഉണ്ടാക്കി ചെയ്ത് കൊടുക്കണം. അപ്പോഴല്ലേ അതിനൊരു വില ഉള്ളൂ അല്ലേ? ഇത് ആക്ച്വലി ആരുടെ പരിപാടിയാണ്. ഏകദേശം ഒരു ചെറിയ ഐഡിയ ഇട്ട് വച്ചിട്ടുണ്ട് ഇവിടെ. സാരില്ല, നമുക്ക് നോക്കാം. ചേച്ചി ചിലപ്പോ വേറെ എന്തെങ്കിലും ആയിരിക്കും പരീക്ഷിക്കാൻ പോണേ. നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചേക്കണായിരിക്കുമല്ല. അല്ല, അത് ഞാൻ തൊടുന്നില്ല. ഞാനിപ്പോ ആദ്യം ഞാൻ തന്നെ ഒരു ഫുഡ് ഉണ്ടാക്കണം. പിന്നെ വെച്ച സാധനം എടുത്തിട്ട് ഉണ്ടാക്കുന്നത് ശരിയില്ലല്ലോ, അതുകൊണ്ട് നിങ്ങളുടെ ടാസ്കിന് ഇത് ശരിയാവുകയും ഇല്ല. മുട്ടയൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങള് ചേച്ചി 1.5 minute ആയിട്ടോ. ഇടയ്ക്ക് വെച്ച് നോർമൽ വേണം. ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ചേച്ചി ആക്ച്വലി ഉദ്ദേശിക്കുന്നത്? 15 minute ഉള്ളൂ. അപ്പോഴത്തേക്ക് എന്തെങ്കിലും തട്ടിക്കൂട്ടാം. എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. മുളക്, പഞ്ചസാര എല്ലാം ഉണ്ടല്ലോ, ഒരു മിക്സ്ചറാണോ മൊത്തത്തില്? ഇവിടുത്തെ വെള്ളമൊക്കെ നല്ലതാണോ? നല്ല നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ പല സ്ഥലത്തും പല തരാണ്. ടേസ്റ്റ് ഇല്ലാത്ത വെള്ളമുണ്ട്, ബോർവില്ല് വെള്ളമുണ്ട്, പൈപ്പ് മുനിസിപ്പാലിറ്റിയുടെ പൈപ്പുണ്ട്, കിണറുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഈ ഏരിയയിൽ കിണറിലെ വെള്ളം കലക്കാണ്, കളർ വ്യത്യാസമുണ്ട്. പക്ഷെ ഞങ്ങളുടെ വീട്ടിലെ നല്ല വെള്ളം ആണല്ലേ. അത് ഓരോരോ കിണറില് വെള്ളത്തിൽ വ്യത്യാസം വരുന്നു. ഞങ്ങൾ ആക്ച്വലി ഇവിടെ വരെ എത്തിപ്പെടാനൊന്ന് ദൂരായത് കൊണ്ടല്ലേ? ശരിയാണ്. അയ്യോ, ഒരു പരിവായി. ദൂരം ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ആക്ച്വലി കേരളത്തിലൊന്നും സ്ഥലം കിട്ടാനായിട്ടാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. കല്യാണം കഴിച്ചത് ഇങ്ങോട്ടാണ്. പിന്നെ ചേച്ചിയെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചിരുന്നു, അത് കുടുംബത്തിൽ തന്നെ ആയിരുന്നു. പിന്നെ ചേച്ചി ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ, ഒരാളും കൂടി എന്റെ കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് പിന്നെ എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചത്. അപ്പോ ചേച്ചിയൊക്കെ പോയി പാലക്കാട് സെറ്റിലായി. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. കുഴപ്പമില്ല, ഏതായാലും പിന്നെ നമ്മൾ വന്നോടത്ത് നമ്മുടെ നാടേന്ന് കരുതി ജീവിക്കാം അല്ലേ? ഭാഷയൊക്കെ പഠിച്ചത്? എല്ലാം ഇവിടെ വന്നിട്ട് പഠിച്ചാണ്. ഇവിടെ വരുമ്പോ ഭർത്താവിന്റെ വീട്ടിൽ ഉറുദു ആണ്. പിന്നെ എനിക്ക് പണിയൊന്നും അറിയില്ലായിരുന്നു. 16 വയസ്സായപ്പോ കല്യാണം കഴിഞ്ഞതല്ലേ. പിന്നെ ഭർത്താവിന്റെ ഉമ്മ അപ്പൊ നല്ലോണം ചീത്ത പറയൂ എന്നെ, പണി അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എല്ലാം ഒരു 2 കുട്ടികളെല്ലാം ആവുമ്പോഴത്തേക്ക് എല്ലാം പഠിച്ചെടുക്കും. ഞാനൊന്ന് കാണിച്ചേക്കാം. 4 മിനിറ്റ് ടൈമല്ലേ?
മോള് ഇടയ്ക്കിടയ്ക്ക് വരുമോ? മോള് 10 ദിവസത്തിലൊക്കെ കുടുംബം വരും, വന്നിട്ട് ഒരു ദിവസം എല്ലാം നിന്നിട്ട് പോകും. ചേച്ചിയുടെ ആക്ച്വൽ സ്ഥലം പാലക്കാടാണ് അല്ലേ? പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത പയ്യനടം, അതാണ് സ്ഥലം. അവിടെ ഇപ്പോഴും ഉമ്മ ഉണ്ട് തറവാട്ടില്. പാപ്പ മരിച്ചു. പാപ്പ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റില് റേഞ്ച് ഓഫീസറായിട്ട് റിട്ടയർഡ് ചെയ്ത ആളാണ്. അപ്പൊ ഇല്ല, ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ഇനിയാണ് സീക്രട്ട് വരുന്നത്. നമ്മുടെ ഫുഡ് എന്താന്ന് കാണാൻ. അത് നമ്മുടെ ടൈം കുറവല്ലേ, അപ്പൊ സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ. പിന്നെ ഇവിടെ ഞാനിത് ഫുഡ് ഉണ്ടാക്കാനെല്ലാം റെഡിയാണ്, പക്ഷെ അതൊന്നും എടുക്കുന്നില്ല. ഇത് ബിസ്ക്കറ്റ് മുക്കി കൊടുക്കും. ഞങ്ങൾ ചായക്ക് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ സെർവ് ചെയ്യാനൊരു പാത്രം കൊണ്ടുവരണ്ടേ. ചേച്ചിയുടെ സ്പെഷ്യൽ ഐറ്റം ആക്ച്വലി എന്താണ്? ടേസ്റ്റ് ബിരിയാണിയാണ്. ചില്ലി ചിക്കൻ ബിരിയാണി. ഞാൻ പോയടുത്തൊക്കെ ബിരിയാണി ഒരു മെയിൻ ഐറ്റം ആട്ടോ. ബിരിയാണി ഉണ്ടാക്കും, ചില്ലി ചിക്കൻ ഉണ്ടാക്കും. പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ സ്പെഷ്യല് അതെ, ഇത് റെഡി ആയിട്ട് സംസാരിക്കണം. അത് എല്ലാം ഉണ്ടാക്കും. എല്ലാ ഫുഡും ഉണ്ടാക്കും ഞാൻ. അത് ആദ്യമൊന്നും അറിയായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം പോയല്ലേ ഡിഗ്രിക്ക് പഠിക്കുമ്പോ കറണ്ട് പോയി. നല്ല കറണ്ടായിട്ടുള്ള സ്ഥലമാണ്. കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോണുണ്ട്. ഇപ്പൊ ഇതുവരെ അങ്ങനെ കറക്റ്റ് ഉണ്ടായിരുന്നില്ല. കേരളത്തിലത്തെ അത്ര കട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു 2 ആഴ്ചത്തിൽ ഭയങ്കര കട്ടാണ്, പവർ കട്ട്. എന്റെ ചേട്ടന്മാര് കുറച്ച് പണി പെടും. കറണ്ട് കൊണ്ട് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ ചേച്ചിക്ക്? മിക്സിയൊക്കെ ഉപയോഗിക്കേണ്ടി വരുമോ? ഇപ്പൊ ഇതിലൊന്നും വേണ്ട. ഇത് ചെറിയൊരു സ്നാക്സ് ആണ്. ചേച്ചിയുടെ ഭാഗ്യം. ഇപ്പൊ കറണ്ട് പോയാല് ഇപ്പൊ അത് നമുക്കെന്താ അറിയാം, നമ്മളെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള. കറണ്ട് പോയാൽ പോയി. ചേച്ചിയുടെ ആ ഒരു ടൈമിൽ ചേച്ചി വേറെ എന്തെങ്കിലും ആക്കിക്കോളാം. ഞാൻ 15 മിനിറ്റല്ലേ തന്നിട്ടുള്ളൂ. ഇപ്പൊ ഒരു സ്നാക്സ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ആവുമ്പോഴത്തേക്ക് വേണമെങ്കിൽ ലേശം കൂടി ഉണ്ടാക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാം. വേണ്ട, അത്ര മതിയാ? ഫാമിലി. പിന്നെ ഞാനൊരു കുഞ്ഞു കഷ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കും. ടേസ്റ്റ് ഉണ്ടോ നോക്കണം. എങ്ങാനും വീട്ടുകാർ കള്ളം പറയാനാണെങ്കിലോ ടേസ്റ്റ്. അത് ശരിയാണ്, അത് വേണം. ഇത്രയും ധാരാളം, 2 പേരല്ലേ ആകിയപ്പോ? മോളും ഹസ്ബൻഡും. ധാരാളം. നമ്മുടെ ടാസ്ക് ഉള്ളു. ടാസ്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉണ്ടാക്കിപ്പിക്കുന്നതായിരിക്കും ചേച്ചിനെ കൊണ്ട്. അതുകൊണ്ട് പേടിക്കണ്ട. പിന്നെ ടേസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ലേശം കൂടി ടൈം എടുക്കും. പിന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ച സാധനങ്ങളും ഉണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് എന്നോട് ഇപ്പൊ നിങ്ങളായിട്ട് എല്ലായിടത്തും ഉണ്ടാക്കണമെന്നാണല്ലോ. അതുകൊണ്ട് ഞാൻ അരച്ച മാവ് കട്ടാക്കി ഒന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ അതൊക്കെ മാറ്റി വെച്ചു. എനിക്ക് 1 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തോണ്ടിരുന്നു. ചേച്ചി പണ്ടെടുത്തോ? ഞാൻ ചെയ്തോളാം. ഫിൽറ്ററിലുണ്ട് വെള്ളം. ചൂടുവെള്ളം വേണം? ഒന്നും വേണ്ട ചേച്ചി. ചൂടുവെള്ളം വേണമെങ്കിൽ ഇതാ അവിടെ ഇൻഡക്ഷൻ കുക്കിന്റെ മേലെ. അല്ല പണിയിലടക്കെ മുളക് പൊടി എടുത്ത് ഞാൻ കാര്യം പറഞ്ഞുതരാം. മുളകും പൊടിയും വേണോ? അല്ല, എനിക്ക് ആവശ്യമല്ല എന്റെ ഫുഡിന്. ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ രഹസ്യമാണിത്. അതെ. അപ്പോൾ ഇതാ മുളക് പൊടി. ചേച്ചി പണിയെടുത്തോ. നമ്മുടെ ടൈം എത്രയായിന്നറിയോ? ഞാനൊരു ചെറിയ ചേച്ചി പണിയെടുത്തോട്ടോ. ടൈം 10.5 മിനിറ്റ്. ഇനിയുണ്ട് ഒരു 4 മിനിറ്റ് കൂടി ടൈം ഉണ്ടാവും. എന്താണ് സെർവ് ചെയ്യണതിൻ്റെ ഒപ്പം പറഞ്ഞോളൂ. ഈ സാധനം കൂടി ചേച്ചി ഹസ്ബൻഡിന് സെർവ് ചെയ്യണം. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് മനസ്സിലാവാണ്ടേ പോവില്ലേ? അതല്ല, ഇതൊരു സസ്പെൻഡ്. പക്ഷെ പറയുന്നത് ഇതൊരു പുതിയ ജ്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് സെർവ് ചെയ്യാൻ പറ്റും. അദ്ദേഹം എന്ത് പറയുന്നത് നമുക്ക് നോക്കണം. പക്ഷെ പറയരുത് ഇതാണ്. ഇത് ഭർത്താവിന് കൊടുക്കണം. സെർവിങ് ടൈമിലേക്ക് എത്തി. നമ്മള് 12 മിനിറ്റ്സിൽ ഫുഡ് റെഡിയായി. 15 മിനിറ്റ് ഇവർ തന്നിരുന്നു. കഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. പിന്നെ ഇത് കഴിച്ചു നോക്കുക. അത് ഞാനിപ്പോ ഉണ്ടാക്കിയതാണ്. ഇതിന്റെ കൂടെ ഒരു ജ്യൂസ് ഉണ്ട്. ഫസ്റ്റ് ഇത് കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞോളൂ. അതിനുശേഷം ഈ ജ്യൂസ് കഴിച്ചു നോക്കണം. എത്ര ലേശം. ഇത് കഴിച്ചോളൂ. എല്ലാം റെഡി ആയില്ലേ? ഞാൻ സ്റ്റോപ്പ് അടിക്കട്ടെ. 12.5 മിനിറ്റ്സിൽ ചേച്ചി ഫുഡ് ഉണ്ടാക്കി റെഡിയായി അല്ലേ? ഇനി നമുക്ക് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. കാരണം
നിങ്ങളുടെ ജഡ്ജ്മെന്റ് ആണ്. അവരും ഇരിക്കട്ടെ. ഞാൻ എടുത്തോളാം. നിങ്ങൾ കഴിച്ചോളൂ ഫസ്റ്റ്. നിങ്ങളുടെ അഭിപ്രായം കേട്ടിട്ട് ഞാൻ കഴിക്കാം. അതായിരിക്കും നല്ലത്. അതിപ്പോ ചൂടോടെ കൊടുന്ന് വെച്ചതല്ലേ. നല്ല ഫ്രഷ് പ്രിപ്പറേഷൻ ആണ്. താങ്ക് യു. അങ്കിൾ എന്ത് തോന്നുന്നു? ടൈം അപ്പൊ സ്ഥിരം ഉണ്ടാക്കാറുള്ള സാധനമാണല്ലേ അത്? ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും. സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാറുണ്ട് ഈവനിങ്ങിലൊക്കെ അല്ലേ? ആക്ച്വലി കോൾഡ് ആയിട്ട് സെർവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ്. ഇപ്പൊ ടൈം ഇല്ലല്ലേ നമ്മുടെ മുമ്പില്, പെട്ടെന്ന് സെർവ് ചെയ്തു. ഒരു 10 മിനിറ്റ് വെച്ചാൽ തണുത്ത് പോകും. തണുക്കും അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കഴിച്ചോളൂ. ഇനി അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ജ്യൂസ് ഉണ്ട്. അത് നിങ്ങൾ ലേശം ടേസ്റ്റ് അല്ല, അത് നിങ്ങൾ ഒരാൾ കുടിച്ചാൽ മതി. കുറച്ച് കഴിച്ചിട്ട് നോക്കിയിട്ട് അഭിപ്രായം പറയണതാണ്. ഒരാൾക്കിനെ മതിയാവോ അത്? അല്ല, ക്ലാസ് മാറ്റണ്ട. അത്രയും ടൈം ഒന്നുമില്ല. ജസ്റ്റ് കുടിച്ചോളൂ. ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം കേട്ടിട്ട് വേണം ബാക്കി ജഡ്ജ്മെന്റിലേക്ക് പോകാനായിട്ട്. എന്തുകൊണ്ട്? എരിവുണ്ട്. എന്ത് ജ്യൂസാണെന്നാ തോന്നിയത്? അത് ക്യാരറ്റാണോ? നമുക്ക് ടേസ്റ്റ് നോക്കണം. അല്ല, കഴിച്ചു നോക്കിയിട്ട് ഉള്ള അഭിപ്രായം പറഞ്ഞു. അതെന്താ? ലേശം കഴിച്ചു നോക്കൂ. നല്ലതില്ലെങ്കിൽ നല്ലതില്ല എന്ന് പറഞ്ഞു. ഇവിടെ ക്യാരറ്റ് കിട്ടാറില്ലേ? കാരണം അങ്കിളിന് ഇത് ക്യാരറ്റ് ജ്യൂസ് ആയിട്ടൊക്കെ തോന്നിയാ. ഇത് ആക്ച്വലി ഉണ്ടല്ലോ, വെറും വെള്ളവും മുളകും ഉപ്പും മാത്രമേ ഉള്ളൂ. ക്യാരറ്റ് കളർ കണ്ടിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞിരിക്കുക. ഞങ്ങൾ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കാറുണ്ട്. എന്നിട്ടാണോ ക്യാരറ്റ് ജ്യൂസിന്റെ ടേസ്റ്റ് മനസ്സിലാവുക? ഇത് ആക്ച്വലി വെറുതെ ഒരു ചെറിയൊരു തമാശ ഇറക്കിയതാണ്. ഇടയ്ക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടി. നിങ്ങൾ ശരിയായിട്ടാണോ ഇത് നിങ്ങളുടെ ജഡ്ജ്മെന്റ് കറക്റ്റ് ആണോ എന്ന് അറിയാനായിരിക്കും ഇവരത് പരീക്ഷിച്ചത്. ഇത് ഇവരാണ് ചേച്ചി അത് കണ്ടുപിടിച്ചിട്ടാ കൊച്ചു ഗള്ളി. എനിവേസ് മതി. ഇനി അധികം കുടിച്ചാ പിന്നെ ഇന്നത്തേക്ക് ഉള്ള പണിയാവും. അപ്പം ചേച്ചി നല്ല രീതിയിൽ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മമ്മി നല്ല യമ്മി ആയിട്ട് ഉണ്ടാക്കിയ ഫുഡ്. എന്നാൽ മമ്മിക്ക് ഒരു ചിയേഴ്സ് പറഞ്ഞോളൂ. യമ്മി മമ്മി പറഞ്ഞോളൂ. Yummy, mommy, it's very nice.